ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള വയനാട്ടിലെ ടൗൺഷിപ്പിന്റെ നിർമ്മാണം ഇഴയുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു മാസമാവാനിരിക്കെ ആദ്യം കൈമാറിയ 178 വീടുകൾ പോലും താമസയോഗ്യമായിട്ടില്ല. ഉദ്ഘാടനം കഴിഞ്ഞതോടെ നിർമ്മാണം നടത്തിയിരുന്ന തൊഴിലാളികളുടെ എണ്ണവും കുറച്ചിരുന്നു. ഏപ്രിൽ അവസാനത്തോടെ മുഴുവൻ വീടുകളും കൈമാറുമെന്നായിരുന്നു പ്രഖ്യാപനം. അടുത്ത മഴക്കാലത്തിന് മുൻപ് മുഴുവൻ ദുരന്തബാധിതർക്കും സ്വന്തം ഭൂമിയും വീടും നൽകി പുനരധിവസിപ്പിക്കുന്നതിനുള്ള കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കോഡ് ഓഫ് കോണ്ടക്ട് ഉൾപ്പെടെ വരുന്നത് കൊണ്ട് ഇപ്പം തന്നെ പറയുകയാണ്, അത് ഏപ്രിൽ 30 മുമ്പ് തന്നെ ആ വീടുകളെല്ലാം അവസാനത്തെ വീടും കൈമാറപ്പെടും എന്നുള്ള ആത്മാഭിമാനം കൂടി ഈ ഘട്ടത്തിലുണ്ട്. പിണറായി സർക്കാരിന്റെ വലിയ നേട്ടമായി അവതരിപ്പിച്ചുകൊണ്ടാണ് മാർച്ച് 1-ന് 178 വീടുകൾ ആദ്യഘട്ടമെന്ന നിലയിൽ ദുരന്തബാധിതർക്ക് കൈമാറിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കണക്കിലെടുത്തായിരുന്നു ധൃതി പിടിച്ചുള്ള സർക്കാരിന്റെ ഉദ്ഘാടനം. എന്നാൽ ഉദ്ഘാടനം നടന്ന ബുധനാഴ്ച ഒരു മാസം തികയാൻ പോവുകയാണ്. ഇതുവരെയും ഈ 178 വീടുകൾ പോലും താമസയോഗ്യമായിട്ടില്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് 178 വീടുകളുടെ നിർമ്മാണം പരമാവധി തീർക്കാൻ ഊരാളുങ്കലിന് സർക്കാരിന്റെ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. അതിനാൽ മറ്റിടങ്ങളിലെ നിർമ്മാണം നിർത്തിവെച്ചാണ് ടൗൺഷിപ്പിലേക്ക് 2300ഓളം തൊഴിലാളികളെ നിയോഗിച്ചത്. ഈ തൊഴിലാളികൾ